ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പരിപ്പ് കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, സിലറി, തക്കാളി, ഒരു ചെറിയ കഷ്ണം സവാളയുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം കായം, ആവശ്യത്തിനുള്ള കറിവേപ്പില, മറ്റ് മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൗഡർ, ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിനുള്ള പുളിവെള്ളം, മഞ്ഞൾ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനിയും ഈ സാധനങ്ങളെല്ലാം കൂടെ, ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് പ്രഷർ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയും ഇത് അടച്ചു വെച്ച് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ പ്രഷർ കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇത് ഒന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലൂടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനിയും ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൗഡർ ഇട്ട് ഒന്ന് ഇളക്കാം. ഇവിടെ പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായി കടുകും പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളക് കൂടെ മുറിച്ചിടുന്നുണ്ട്. മറ്റ് ചേരുവകൾ അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത്, മുളക് പൊടി, മല്ലിയില, ഇത്രയും സാധനങ്ങളിലൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക. മല്ലിയിലയുടെ കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനിയും ഈ വെന്തിരിക്കുന്ന പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ ചേരുവകളെല്ലാം സാമ്പാറിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനിയും തക്കാളി ഇട്ടതായതുകൊണ്ട് ഒരുപാട് പുളി ചേർത്തിട്ട് കാര്യമില്ല. ഒരു ശകലം പുളിയോട് ഇതിനകത്ത് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയും ഇത് ഒന്ന് തിളച്ചിട്ട് അടച്ചു വെക്കാം. ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇവിടെ വളരെ രുചികരമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കറിൽ ഉണ്ടാക്കിയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റി. ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.